ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പെൺകുട്ടിയെ വിളിച്ചിട്ടുണ്ടാക്കണേ, അല്ലാണ്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ചിട്ട് വേറെ ഒപ്പം പോയതല്ല. മനസ്സിലായോ? ഞങ്ങൾ തമ്മിൽ സമാധാനമായിട്ട് ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഉപ്പും മുളകും ലൈറ്റിലെ ഇളയ മോളായിട്ടുള്ള നന്ദന ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു എന്ന്. അതും കല്യാണം ഉറപ്പിച്ച വ്യക്തിയുമായിട്ട് തന്നെയാണ് ഒളിച്ചോടിപ്പോയി കല്യാണം നടത്തിയത്. ഇതിന് ശേഷം എന്തൊക്കെയാണ് ഇഷ്യൂ, വീട്ടുകാരുമായിട്ട് ഭയങ്കര ഇഷ്യൂ ആണ്, ചേച്ചിയായിട്ട് പ്രശ്നങ്ങളാണ്. ഇതിനെല്ലാം കാരണം ആ കല്യാണം കഴിച്ച പയ്യനാണ്. അവനുണ്ടെങ്കിൽ അത്ര നല്ലവനല്ല, മുമ്പുണ്ടെങ്കിൽ കുറേയധികം റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് വീട്ടുകാരെന്ത് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയുണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കാതാണ് പോയത്. ചേച്ചി ഇതേ കണക്ക്, മൂത്ത ചേച്ചി പൊന്നൂസ് ഇതേ കണക്ക് വന്നിട്ട് പറഞ്ഞു അവന് കൂടുപാത്രം പോലെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ അവനുണ്ടെന്ന് പറഞ്ഞു. കുറേയധികം എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അതുപോലെ അച്ഛനും അമ്മയും ഇതേ കണക്ക് അവൻ്റെ കയ്യിലാണ് തെറ്റെന്ന് പറഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും റിയാക്ട് ചെയ്ത സമയത്തും കുറേയധികം വേറെ ആൾക്കാർ ഇതെല്ലാം തെറ്റ് ആ പയ്യൻ്റെ കയ്യിലൊക്കെയാണ്, അവനൊക്കെയാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഇന്നലെ രാത്രി ഉണ്ടെങ്കിൽ ഈ ഒരു നന്ദനയും ഭർത്താവും കൂടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, തനിക്കെതിരെ വന്ന കാര്യങ്ങളുമെല്ലാം. സോ അതിനകത്ത് ഉണ്ടെങ്കിൽ മെയിനായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ആ ഒരു വ്യക്തിയൊക്കെ പൊന്നൂസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് ഒന്നും ഒറിജിനൽ അല്ല, പഠിച്ചൊന്നുമില്ല, ജോലിയൊന്നുമില്ല, ദുബായിൽ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ വീഡിയോയ്ക്കകത്ത്. സോ അതിനെക്കുറിച്ചെല്ലാം താൻ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, ഇതൊക്കെ റൈറ്റാണ്, ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ഫാമിലിയിലുള്ള കുത്തിത്തിരിപ്പെല്ലാം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഈ ഒരു പൊന്നൂസും ഭർത്താവും കൂടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുകൊണ്ട് ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റാ, 3 വർഷത്തെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് എക്സ്പീരിയൻസാ. ഇവിടെ തന്നെ ആളൂര് MEP സെന്റർ ഗൾഫ് ടെക്കിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ആണ്. MEP എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്നാണ് എൻ്റെ ഫുള്ളായിട്ട് നെയിം വരുന്നത്. അപ്പോൾ അടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ പോയിട്ടില്ല എല്ലാവരും പറയണത്. ഇത് ഗത്തർ ഐഡിയ ആണ്, ഇതും ഗത്തർ ഐഡിയ ആണ്. വെറുതെ അവിടെ ഊരുതണ്ടി കിടക്കുന്നവർക്ക് ഈ സംഭവം കിട്ടില്ല. ഈ സംഭവം കിട്ടണമെങ്കിൽ തന്നെ നല്ലോണം കഷ്ടപ്പെടണം. നല്ലോണം കഷ്ടപ്പെട്ടാണ് സംഭവം ഉണ്ടാക്കിയെടുത്തു ഞാൻ. ഇതെന്റെ CV ആണ്. പിന്നുള്ളത് സോ ഇങ്ങനെ ഒരു വലിയ ലെന്തി ഒരു 40 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ് അവർ ഇട്ടിരുന്നത്. അതിനകത്ത് ഓരോ കാര്യങ്ങൾ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇത് വലിയ രീതിയിൽ കൊണ്ടുപോകാനൊന്നും താല്പര്യമില്ല, കാരണം ഉണ്ടെങ്കിൽ അതിനോടൊന്നും അവർക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ ഇത് ഇത്രയും പറയാനുള്ള കാരണം തനിക്കെതിരെ, അതായത് നന്ദന പറയും തൻ്റെ ഭർത്താവിനെതിരെ ഇത്രമാത്രയ്ക്കും എന്താ പറയുക ഒരു നെഗറ്റീവ് വന്ന ആൾക്കാർ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം. ഞങ്ങളതിൽ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ചേച്ചിയായിട്ടുള്ള പൊന്നൂസും ഭർത്താവും കൂടെ ചേർന്നാണ്. അവരാണ് ഇതിലെല്ലാം കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവരാണിതിൽ മെയിനായിട്ട് എന്തോ കളിച്ചത്, അല്ലാതെ വേറെ ഒന്നുമില്ല. തങ്ങളതിൽ എല്ലാ തെളിവുകളും ഉണ്ടെന്നും ആവശ്യമുള്ള സമയത്ത് അതെല്ലാം കാണിക്കുമെന്ന് പറഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് അതിനോടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ആ ഒരു ഭർത്താവിനെതിരെ അത്രമാത്രം കംപ്ലയിൻറ്റ് വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്നാണ് പറഞ്ഞത്. സോ ഞാനിവിടെ ഈ ഫുള്ള് വീഡിയോ ആയിട്ട് അവരുടെ 40 മിനിറ്റ് വീഡിയോ ഉണ്ട്, അത് ഫുള്ളിരുന്ന് കണ്ടപ്പോഴത്തേന് എനിക്ക് തോന്നി ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന്. കാരണം ഇവർ കറക്റ്റ് തെളിവുകളോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരാണെങ്കിൽ പൊന്നൂസിൻ്റെ ഒന്നും കണക്ക് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് എന്തോ ഇവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചത്. ബട്ട് ഇവർ സംസാരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ഇവർ തന്നെ പറഞ്ഞു ഇവർക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല ഇത് കൊണ്ടുപോകാൻ വേണ്ടി. ബട്ട് ഇതുണ്ടെങ്കിൽ തനിക്കെതിരെ, തൻ്റെ ഭർത്താവിനെതിരെ എത്രമാത്രം പ്രശ്നങ്ങൾ വന്നുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടുന്നതെന്നാണ് പറഞ്ഞത്. സോ ഇതിന് ശേഷം ഇനി പൊന്നൂസും ഭർത്താവും ഒക്കെ അടുത്ത വീഡിയോ ഇടുമായിരിക്കും, ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇടുമായിരിക്കും. അത് ഇനി എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ബട്ട് ഇതുവരെ ഇവർ പറഞ്ഞതിലും കുറേയധികം ശരികളുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് പേഴ്സണലി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.